ആന്റണി, ട്രംപ് ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നില്ല എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എക്സിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ, ട്രംപ് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിൽ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഇതുവരെ വന്നിട്ടില്ല. അമേരിക്കയിൽ നിന്ന് താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ട്രംപ് പുറപ്പെടുമോ കോലാലംപൂരിലേക്ക്? എന്റെ ആൻസർ ഡിഫെൻസ് ആണ്. സോ അതിന് മുമ്പ് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടത്, ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, നമ്മൾ എന്താണ് ഡിബേറ്റ് ചെയ്യുന്നത്. റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും ട്രംപ് ശരിയാണ്, ചിലപ്പോൾ നമുക്ക് തോന്നും പ്രൈം മിനിസ്റ്റർ മോദി ശരിയാണെന്നുള്ളത്. ബട്ട് വാട്ട് ഇസ് റിയാലിറ്റി? റിയാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻസ് ഈസ് ഓവർ ആൻഡ് ദെൻ അല്ലെങ്കിൽ ഹണിമൂൺ ഈസ് ഓവർ, റിയാലിറ്റി സെറ്റിനായി. 2003 അല്ല 2005 തൊട്ട് 2014 വരെ പ്രൈം മിനിസ്റ്റർ മോദിനെ അമേരിക്ക ബാൻ ചെയ്തിരുന്നു. അവിടെ നിന്ന് 2014 തൊട്ട് 2024 വരെ 10 തവണ US വിസിറ്റ് വന്നു. ആ 10 തവണ US വിസിറ്റിൽ വന്നതിന് ശേഷം വലിയൊരു റൊമാൻസ് നമ്മൾ പറയുമായിരുന്നു, മാധ്യമ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്. എന്തോ ഫെബ്രുവരി 15 വന്നിരുന്നു വൈറ്റ് ഹൗസിൽ. അതെ, അങ്ങനെ 10 തവണ ടോട്ടൽ വിസിറ്റ് നടത്തി ഇവിടെ. ഓക്കെ, അപ്പൊ അന്ന് നടന്ന പ്രോമിസുകൾ എന്തായിരുന്നു, എന്താണ് റിയാലിറ്റി, നമ്മൾ പെട്ടെന്ന് ഫാക്ട് ചെക്ക് ചെയ്യുവാണെങ്കിൽ ഒരു പ്രോമിസ് ഇതായിരുന്നു, ട്രേഡ് പോളിസി. ട്രേഡ് പോളിസിയുടെ റിയാലിറ്റി എന്താണ്? 45 ബില്യൺ ഡെഫിഷ്യന്റ് അമേരിക്കയ്ക്കുണ്ട്. ഡൊണാൾഡ് ട്രംപ് വാണ്ട് ടു ക്ലിയർ അപ്പ് ദ ഡെഫിഷ്യൻസി. അതാണ് റിയാലിറ്റി. അപ്പൊ അതിനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രേഡ് കരാറുകളോ അല്ലെങ്കിൽ കൗണ്ടർ ആർഗ്യുമെന്റും നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു സൈഡ് നടക്കുന്നു. രണ്ടാമത്തെ വലിയൊരു പ്രോമിസ് എന്ന് പറഞ്ഞ ഇതായിരുന്നു, നമ്മുടെ H1B വിസ, L1 വിസ, മറ്റ് ഇമിഗ്രേഷന്റെ പോളിസികളൊക്കെ ഈസ് ഔട്ട് ചെയ്യും, US എംബസികൾ കൂടുതൽ തുറക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മേജർ ടോക്കിംഗ് പോയിന്റ് ആണ് അത്. കാരണം റിയാലിറ്റിയാണ്. കാരണം ഒത്തിരി ഇന്ത്യൻസ് അമേരിക്കയിൽ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ടെമ്പററി ആയിട്ട്, അല്ലെങ്കിൽ ഇമിഗ്രൻസ് കൂടി ഉണ്ട് എന്നുള്ളൊരു ഫാക്ടർ. അപ്പൊ ആ ഈസ് ഔട്ടിനകത്ത് എന്താണ് റിയാലിറ്റി സംഭവിച്ചെന്ന് ചോദിച്ചാൽ അതിന് ഓപ്പോസിറ്റ് ആണ് വന്നത്. എംബസി തുറന്നില്ലെന്നുള്ള എക്സാക്ട്ലി എനിക്കറിയില്ല, പക്ഷേങ്കിൽ പോളിസിയുടെ കാര്യത്തിൽ ഒരു യു ടേൺ ആണ് നമ്മൾ കണ്ടത്. ഇതെല്ലാം ടൈറ്റ് ആക്കുന്നത് കണ്ടു. ഇലീഗൽ ഇമിഗ്രേഷനെ ഒപ്പം ലീഗൽ ഇമിഗ്രേഷൻ ടൈറ്റ് ആക്കുന്ന ഒരു പ്രതീതി കണ്ടു. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയുടേതായ ചില ആവശ്യങ്ങളുണ്ട്. അത് നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം ആ രീതിയിൽ ആ പോളിസികൾ ചേഞ്ച് ചെയ്യുന്നു. അതോടൊപ്പം ഒരു പേഴ്സണൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ പോണക്ക് തന്നെ ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തിന്റെ അധിപന് വേറൊരു ഡെമോക്രാറ്റിക് രാജ്യത്തിനകത്ത് ഇലക്ഷനകത്ത് പോയി ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രതീതി കണ്ടു. അപ്പൊ ആ പറച്ചിൽ കേട്ട് നമുക്ക് തോന്നും 2014 മുമ്പ് ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു എന്ന് തോന്നും. പക്ഷെ എന്തായിരുന്നു റിയാലിറ്റിയിൽ 990 മുതൽ ഇന്ത്യയുടെ പോളിസികൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാമപ്പ് ചെയ്ത് 2000-ലും 2005-ലും 2010-ലും ഒക്കെ ഒരു നല്ലൊരു റിലേഷനിലേക്ക് വരുന്നുണ്ടായിരുന്നു. എക്സ്പെഷ്യലി ബിൻ ലാദനെ പാകിസ്ഥാനിൽ പോയി അടിച്ച് ആ ഒരു വന്നതിന് ശേഷം പാകിസ്ഥാൻ ഒരു വില്ലനായിട്ട് വരികയും ഇന്ത്യക്ക് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ലായിരുന്നു. അപ്പൊ ഇതിനകത്തൊരു ഓവർ പ്രോമിസും ഓവർ കാര്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ അതിപ്പം ബാക്ക് ഫെയർ ചെയ്താണ് നമുക്ക് കാണുന്നത്. ഇനി ചില സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള സംസാരം കേട്ടാൽ തോന്നും ഇന്ത്യയുമായിട്ട് അല്ലെ അമേരിക്ക ഇന്ത്യയുമായിട്ട് സഹകരിച്ചില്ലെങ്കിൽ അമേരിക്ക പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി പോകുമെന്ന് പറയും. പക്ഷെ അതെന്താണ് റിയാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടോട്ടൽ ട്രേഡിന്റെ 17% വരുന്നത് അമേരിക്കയിലാണ്. എന്നാൽ അമേരിക്കയുടെ ടോട്ടൽ ട്രേഡ് എനിക്ക് തോന്നുന്നത് 6.7 ട്രില്യൺ ആണെങ്കിൽ അതിന്റെ 3% മാത്രമേ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഏത് രാജ്യത്തെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഇന്ത്യയാണ് അമേരിക്കയിലെ ഈ ട്രേഡ് കാര്യങ്ങളിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതോടൊപ്പം ഇതിലൂടെ പറഞ്ഞാൽ അത് ബാലൻസ് ആവത്തുള്ളൂ. കാരണം എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ 1.4 ബില്യൺ പോപ്പുലേഷനാണ്. അത് അമേരിക്കയ്ക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒന്ന്. രണ്ടാമത്തേത്, ഇന്ത്യയും അമേരിക്കയും ഒരേപോലെ ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങളാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അപ്പം പാകിസ്ഥാനെ പോലുള്ള വിഘടന ശക്തികളെ എതിർക്കാനായിട്ട് ഒരു ഉപകാരപ്പെടുക, അപ്പൊ ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു പോകണമെങ്കിൽ ഇതിനകത്തൊരു പെർമനന്റ് വിന്നറോ ലൂസറോ ഇല്ല. എനിക്ക് തോന്നുന്ന പ്രൈം മിനിസ്റ്റർ മോദി ഇസ് ലൂസിംഗ് ദിസ് ഫൈറ്റ് ആൻഡ് ഒരു പരിധി വരെ ഡൊണാൾഡ് ട്രംപ് ഇസ് ഓൾസോ ലൂസിംഗ് ദിസ് ഫൈറ്റ്. എന്തുമാത്രം പെർസെന്റേജിലാണ് എന്നുള്ളത്, എന്തുമാത്രം ഡിപ്പെൻഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു രാജ്യങ്ങൾ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കഴിഞ്ഞ തവണ ഈ വാറിന്റെ കാര്യം പറഞ്ഞു, റിപ്പീറ്റഡ്ലി ഡൊണാൾഡ് ട്രംപ് ഇവിടെയുള്ള പാർലമെന്റിലും മീഡിയയിലും എല്ലായിടത്തും പറയുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടാണ് ഇന്ത്യയുടെ ഫൈറ്റ് നിർത്തിയത് എന്ന്. അത് പാകിസ്ഥാനും റെക്കോ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അപ്പൊ ചോദ്യമുള്ളത് ഇതാണ്, എന്തുകൊണ്ട് പ്രൈം മിനിസ്റ്റർ മോദി ഓപ്പൺ ആയിട്ട് അതിനെ റിജക്ട് ചെയ്യുന്നില്ല? അപ്പൊ മേ ബി പ്രൈം മിനിസ്റ്റർ മോദിക്ക് അവരുടെ ഗട്ട്സ് വരുന്നില്ല ഡൊണാൾഡ് ട്രംപിനെ ഓപ്പൺ ആയിട്ട് എതിർക്കാനായിട്ട്, അല്ലെങ്കിൽ അതൊരു ഡിപ്ലോമാറ്റിക് പാർട്ടായിട്ട് അതിനെ സൈലന്റ് ആയിട്ട് കീപ്പ് ചെയ്യാണ്. സോ ദാറ്റ് ഒരു ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ഡിപ്പിലാണ് കിടക്കുന്നത്. റൊമാൻസ് ട്രംപിന്റെ വരവുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ ആയിട്ടുള്ള അറിയിപ്പുകളൊന്നുമില്ല അല്ലേ?
ഇല്ല, കാരണം ഇവിടെയും സിറ്റുവേഷൻ ഫ്ലൂയിഡ് ആണ്, ടു ബി വെരി ഓണസ്റ്റ് വിത്ത് യു. കാരണം ട്രംപിന്റെ അജണ്ടയിൽ മോദിയെ കാണുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. അതുപോണക്ക് തന്നെ ഇസ്രായേലിലും ഹമാസുമായിട്ടുള്ള ഫൈറ്റും അതിന്റെ പീസ് ട്രീറ്റിയും അതിനകത്തുള്ള പ്രശ്നങ്ങളും അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. തായ്ലൻഡ് കംബോഡിയ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു. ഈ ഉച്ചകോടിക്കിടെ അതിന്റെ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നതൊക്കെ കേട്ടിരുന്നു. എന്തായാലും വരുമോ ഇല്ല എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നതാണ് ശ്രീ. അതിനകത്ത് ഒരു കാര്യം പറയാനുള്ള ആഡ് ചെയ്യാനുള്ളത്, റഷ്യ യുക്രൈൻ ഫൈറ്റും ട്രംപിന് വളരെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് 24 മണിക്കൂറിനകം അത് ക്ലിയർ ആക്കുമെന്ന് പറഞ്ഞ് ട്രംപിന് ഇപ്പോൾ 8 മാസം കഴിഞ്ഞിട്ടും തന്നെ ഒരു ഉത്തരമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഫ്ലക്ച്വേറ്റഡ് ആണ് ആ ഒരു സബ്ജക്റ്റിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റുമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ട് ഇറിറ്റേഷൻ വന്നതും, റഷ്യയുടെ എണ്ണ വാങ്ങിക്കരുത് എന്ന് പറഞ്ഞ്. കാരണം ഇന്നലെ ഇവിടെ ഒരു വലിയൊരു അനൗൺസ്മെന്റ് നടന്നു. അമേരിക്കൻ കമ്പനികൾ അല്ലെങ്കിൽ റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദിപ്പിക്കുന്ന 2 കമ്പനികളെ ബാൻ ചെയ്യാനായിട്ടുള്ള ഒരു സാങ്ഷൻ ഇതു. അത് കഴിഞ്ഞ 8 മാസമായിട്ട് അങ്ങനെ ഒരു മൂവിലേക്ക് ഡൊണാൾഡ് ട്രംപ് വന്നില്ലായിരുന്നു. എന്നാൽ ഇന്ത്യ ചെയ്തില്ലെങ്കിൽ എന്നാൽ ഇവിടുന്ന് ഡയറക്റ്റ് ആക്ഷൻ എടുക്കാം എന്നുള്ള ഒരു രീതിയിൽ പോകുകയാണ്. കാരണം അദ്ദേഹത്തിന് തീർച്ചയായും ആ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും റഷ്യ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും. ആഗോളതലത്തിലും അത് സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ദേശീയ താൽപര്യം റഷ്യ അടിയറവ് വെക്കില്ല എന്നതും റഷ്യയുടെ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ റോണി കെ ബേബി, നോക്കൂ, ഇവിടെ ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുടിനുമായി ചർച്ച നടക്കും എന്ന കാര്യം സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അത് നടക്കുന്നില്ല. എനിക്ക് സമയം കളയാനില്ല എന്ന് പറഞ്ഞ ട്രംപ് ഞാൻ കൂടിക്കാഴ്ചയ്ക്കില്ല എന്ന് പറയുകയായിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ച വേണ്ടെന്ന് വെച്ചത് പുടിൻ ആണ് എന്നതാണ് റഷ്യൻ മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലും സ്ഥിരത പുലർത്താത്ത വ്യക്തിയാണ്. അടുത്തുകൂടി പോയാൽ ഞാൻ വേറെ കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു എന്ന് പറഞ്ഞു വരുത്തുന്ന മനുഷ്യനാണ്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യത്തിലും എണ്ണയുടെ കാര്യത്തിലുമൊക്കെ ട്രംപ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അനാവശ്യ കൂടിക്കാഴ്ച പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യം വേണ്ട എന്ന് വെച്ചാൽ അതൊരു നയതന്ത്ര ശൈലിയായി കണ്ടുകൂടെ? അതിനപ്പുറം കടന്ന് കോൺഗ്രസ് മോദിയെ ആക്രമിക്കുന്നത് എന്തിനാണ്? ഇന്ത്യയെ ചവിട്ടിത്താഴ്ത്തുന്ന ഡൊണാൾഡ് ട്രംപിന്റെ കാലുകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചു നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? ട്രംപ് പറയുന്നതാണോ മോദി പറയുന്നതാണോ? പക്ഷേ ഓരോ സംഭവങ്ങളും കാണിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി പറയുന്നത് എല്ലാം പച്ചക്കള്ളമാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്നുള്ളത്. ഞാൻ ഇന്ന് തന്നെ റിലയൻസ് ഇന്ത്യ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് RIL ഏറ്റവും അധികം റഷ്യയിൽ നിന്നും ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ സ്വകാര്യ കമ്പനിയായ റിലയൻസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരികയുണ്ടായി. ഞാനത് വായിക്കാം. 9 മണിക്കൂറുകൾക്ക് മുമ്പാണ് വന്നത്. അത് പറയുന്നത്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് റീകാലിബ്രേറ്റിംഗ് റഷ്യൻ ഓയിൽ ഇമ്പോർട്ട്സ് ടു അലൈൻ വിത്ത് ഇന്ത്യ ഗവൺമെന്റ്സ് ഗൈഡ് ലൈൻസ്. ഇന്ന് റിലയൻസിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുക, റിലയൻസിന്റെ ഔദ്യോഗിക വക്താവ് അത് പറഞ്ഞിരിക്കുന്നത് എന്താ? റീകാലിബ്രേറ്റിംഗ് എന്ന വാക്കിലെടുത്തത് ഞങ്ങൾ പുനഃപരിശോധിക്കുകയാണ്. എന്ത്? റഷ്യയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി റിലയൻസ് എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾ പുനഃപരിശോധിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇന്ത്യ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനത്തിൽ. എന്താ? 4 ദിവസം മുമ്പ് ആദ്യം പറഞ്ഞു ദീപാവലി ആശംസ അറിയിക്കാൻ വേണ്ടി ട്രംപിനെ വിളിച്ചു. ഞാൻ ഇതിൽ ഒരൊറ്റ കാര്യം ആഡ് ചെയ്തോട്ടെ ശ്രീ റോണി കെ ബേബി. ട്രംപ് ആദ്യം റഷ്യയിൽ നിന്ന് വാങ്ങുമ്പോൾ വലിയ സബ്സിഡി ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അത്രയും സബ്സിഡി ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുമ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ മെച്ചം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ഇല്ല എന്ന ഒരു ഫാക്ട് കൂടി അക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് ആദായകരമായ മറ്റ് സാഹചര്യങ്ങൾ തേടുന്നതിൽ തെറ്റില്ല. അതാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യം അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. താങ്കൾ തുടർന്നോളൂ. ഇന്നും വിവിധ എണ്ണ ഉൽപാദക രാജ്യങ്ങൾ, ഒപ്പക് ഉൾപ്പെടെയുള്ള, അമേരിക്ക ഉൾപ്പെടെയുള്ള, റഷ്യ ഉൾപ്പെടെയുള്ള വിവിധ എണ്ണ ഉൽപാദക രാജ്യങ്ങൾ